ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് രാജേഷ് ചേട്ടായി ചിക്കൻ വറുക്കുന്നതാണ് കാണാൻ പോകുന്നത്. കുഞ്ഞറ്റ് കുറച്ച് ആളായിട്ട് പറയുന്ന കേട്ടോ, ചിക്കൻ കാല് വറുത്തത് വേണം, ചിക്കൻ കാല് വറുത്തത് വേണമെന്ന്. എന്നാൽ പിന്നെ ഇന്നതങ്ങ് സാധിച്ചു കൊടുത്തേക്കാമെന്ന് വെച്ചു. അപ്പം ആദ്യം ചിക്കൻ കാലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരഞ്ഞ് വെക്കുക. എല്ലാ പീസും ചെറുതായിട്ട് വരഞ്ഞ് വെക്കുക. നന്നായിട്ട് വരഞ്ഞ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ പീസൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ പീസൊക്കെ വരഞ്ഞെടുത്തു. അതിനകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക, അത്യാവശ്യത്തിന് മതി. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുക. ഒരുപാട് ഇടുന്നില്ല കേട്ടോ, കൊച്ചിന് കൊടുക്കാനുള്ളതുകൊണ്ട് ഒരുപാട് എരിവൊന്നും വേണ്ടെന്ന് ഓർത്തിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ അത്യാവശ്യത്തിന് മുളക് പൊടി ഇടുക. ഇതൊക്കെ നമുക്ക് എന്തോരം എരിവ് വേണമെന്നുള്ള അതിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് തിരുമ്മി എടുക്കുക. എല്ലാ കഷ്ണത്തിലും നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റത്തേനത് മൂടി വെക്കുക, ആ കഷ്ണത്തിൽ അരപ്പുകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം കുറച്ച് ഓയിൽ നമ്മൾ ചൂടാക്കുക. ഓയിൽ ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മളീ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസ് വറുക്കാനായിട്ട് വെക്കുക. എല്ലാ പീസും വറുക്കാനായിട്ട് വെക്കുക. ഇനി അത് വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊന്ന് മറിച്ചിട്ടൊക്കെ കൊടുക്കുക. ഒരു 10-20 മിനിറ്റ്, അരമണിക്കൂറിനടുത്ത് നമ്മൾ നല്ലപോലെ അതിൻ്റെ ഉൾഭാഗമൊക്കെ വേകാനായിട്ട് വെച്ച് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞാറ്റയ്ക്ക് നമ്മളത് ഒരു പ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞാറ്റ അത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ട് അച്ഛൻ സബോളയും പിന്നെ കരിവേപ്പിലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ അത് കഴിച്ച് നോക്കി. ചൂടുണ്ടെന്ന് തോന്നുന്നു. സൂപ്പറാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ വറുത്തത്. ഇത് രാജേഷ് ചേട്ടനായിട്ടോ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.